യദു, വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ആൻറ്റി റാഗിംഗ് സെല്ലുകളുണ്ട് നമ്മുടെ ക്യാമ്പസിൽ. പക്ഷേ അത് നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾക്ക്, വിദ്യാർത്ഥികളോട് ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തുകൊണ്ട് മോണിറ്ററിംഗ് സെല്ലുകൾ തുടങ്ങിക്കൂടാ? കൃത്യമായി ഇത് നിരീക്ഷിക്കാൻ അറിയാം. ക്യാമ്പസുകളിലൊക്കെ SFIയുടെ അപ്രമാദിത്വമാണ്. ക്യാമ്പസുകളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ അതിജീവിച്ച് കൂടുതൽ ശക്തമായി ഇടപെടാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവേണ്ടേ ഈ ഒരു ഘട്ടത്തിലെങ്കിലും? തീർച്ചയായിട്ടും റാഗിംഗ് എന്ന് പറയുന്നത് തികച്ചും പ്രാകൃതവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ഒരു മാനസിക രോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാനസിക രോഗം ഉണ്ടാവുന്നത് ഈ ക്യാമ്പസുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സിദ്ധാർത്ഥൻ്റെ കേസ് മുതൽ ഇന്ന് നടന്നിട്ടുള്ള കാട്ടാക്കട കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. അങ്ങനെ ഇന്നലെ അടക്കം നടന്നിട്ടുള്ള കേസുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഒരു ഇടത് എക്കോസിസ്റ്റം ഇവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ എല്ലാ കേസുകളിലും, അവരുടെ സാമ്പത്തികമായിട്ടുള്ളതായിക്കോട്ടെ, നിയമപരമായിട്ടുള്ളതായിക്കോട്ടെ, റാഗിംഗ് കേസുകൾ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെ ചെയ്യാൻ ക്യാമ്പസുകളിൽ, കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ ഉൾപ്പെടെയുള്ള ഒരു ഇടത് എക്കോസിസ്റ്റം ഇതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് SFIയെ നോക്കുന്ന സമയത്ത് അക്രമങ്ങളെ ഏതു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉടനീളം SFI സ്വീകരിച്ചു വരുന്നതും ഇതിന് കാരണമായി തീരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ മാഡം ക്യാമ്പസിലെ അധികാരികളെ കുറിച്ച് പറഞ്ഞു. അധികാരികളെ കുറിച്ച് പറയുന്ന സമയത്ത് ക്യാമ്പസുകളുടെ ഹോസ്റ്റലുകൾ, ഗവൺമെൻറ് കോളേജുകളുടെ ഹോസ്റ്റലുകളുടെ വാർഡൻ എന്ന് പറയുന്നത് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പൾമാരായിരിക്കും. അസിസ്റ്റന്റ് വാർഡൻ എന്ന് പറയുന്നത് ആ ക്യാമ്പസിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഒരാളായിരിക്കും. മറ്റ് ആരും ആ ഹോസ്റ്റലിൻ്റെ ചുമതല വഹിക്കുന്നില്ല. ഇവരൊക്കെ തന്നെയും ക്യാമ്പസിൻ്റെ സമയം കഴിയുന്ന സമയത്ത് ക്യാമ്പസിൽ നിന്ന് പോവുകയാണ്. ഈ ഹോസ്റ്റലിൽ ആരും തന്നെ ഇല്ല. ചില സ്ഥലങ്ങളിൽ മാത്രം, ഇപ്പം നമ്മൾ കോട്ടയത്ത് മാത്രമാണ് ഒരു ഹൗസ് കീപ്പർ അവിടെ ഉണ്ടെന്ന് പറയുന്നത്. അതും പ്രായമായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു സംവിധാനവും ഇല്ല. സിദ്ധാർത്ഥൻ്റെ കേസ് നമ്മളെല്ലാവരും കേരളത്തിൽ ഉടനീളം വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ സിദ്ധാർത്ഥൻ്റെ കേസ് കഴിഞ്ഞിട്ട് ഇന്ന് 1 വർഷം തികയാണ്. സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷം തികയാണ്. പക്ഷേ ഈ ഒരു വർഷം തികയുന്ന സമയത്തും ഇതിനെതിരെ നടപടി എന്നല്ല, ഈ ഇത്തരത്തിലുള്ള റാഗിംഗ് കേസുകൾ നമ്മളുടെ ക്യാമ്പസുകളിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനെതിരെ ഒരു നടപടിയും കേരളത്തിലെ ക്യാമ്പസുകളിൽ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇനി സാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനകൾക്ക്, അപ്പോൾ പല ക്യാമ്പസുകളിലും ഇപ്പം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ക്യാമ്പസുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് SFI ശ്രമിക്കുകയാണ്. തങ്ങളുടെ ഇംഗിതത്തിന് നിൽക്കാത്ത ആളുകളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന നിലയുണ്ടാവുന്നു. ഈ അടുത്ത് നമ്മൾ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ കണ്ടു. തങ്ങളുടെ വൈരുദ്ധിക്ക് നിൽക്കാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അതായത് ഫൈനൽ ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ പുറത്തുനിന്ന് അടക്കമുള്ള ക്രിമിനലുകൾ ക്യാമ്പസിലെത്തി ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ഇതിന് കൂട്ടുനിൽക്കുന്ന നിലപാട് ആ ക്യാമ്പസിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുന്നു. ക്യാമ്പസിലേക്ക് ഇത്തരത്തിൽ അക്രമം നടക്കുന്ന സമയത്ത് അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു പോലീസിനെ വിളിക്കാനോ അല്ലെങ്കിൽ അതായത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് പോലും ക്യാമ്പസിലെ അധികൃതർ എടുക്കാത്ത ഒരു സമീപനമുണ്ട്. അപ്പോൾ ക്യാമ്പസുകളിൽ നമ്മൾക്ക് ഇത്തരത്തിൽ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ABVP കേരളത്തിൽ ഇതുപോലെ റാഗിംഗ് കേസുകളിൽ ഇരകളായിട്ടുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ക്യാമ്പസിന് പുറത്തേക്ക് നടത്തുന്നുണ്ടെങ്കിൽ പോലും പലരും ഈ അധികാരികളെ പേടിച്ച്, ഈ SFIക്കാരെ പേടിച്ച് ഇത് തുറന്ന് പറയാൻ പോലും മടിക്കുന്ന സാഹചര്യം നിലവിൽ കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതിനുള്ള എല്ലാ വിധത്തിലുള്ള പ്രവർത്തനവും കേരളത്തിൽ ABVPയുടെ ഭാഗത്തു നിന്നുണ്ടാവും.